Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ജ്യൂസുമായിട്ടാണ്. നമ്മൾ എല്ലാവരും മാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എങ്കിലും ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് വളരെ സ്പെഷ്യൽ ആക്കി നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇന്നത്തെ ജ്യൂസ് നമ്മൾ തയ്യാറാക്കുന്നത്. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പുളിയില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ജാറിലേക്ക് മാങ്ങാപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജ്യൂസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മധുരം ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ് ജ്യൂസ് ഇഷ്ടം. കുറച്ച് കട്ടിയുള്ള ജ്യൂസ് വേണമെന്ന് തോന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ അത്രയും വേണ്ട, ഒന്ന് ലൂസായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈ 2 മാങ്ങയിലേക്ക് മൊത്തം 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഇത്രയും ഒരു കഷ്ണം പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയാൽ കാണാം, നല്ല തിക്കായിട്ടാണ് ജ്യൂസ് ഇരിക്കുന്നത്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. 1 ട്രേ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോഴത്തേക്ക് ജ്യൂസിന് നല്ലൊരു തണുപ്പും കിട്ടും. അതുപോലെ തന്നെ ജ്യൂസ് ഒന്നുകൂടെ ഒന്ന് ലൂസ് ആവുകയും കൂടെ ചെയ്യും. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ജ്യൂസിന് നല്ല തിക്നെസ് തന്നെയുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ ഒന്ന് നോക്കുക. നല്ല അടിപൊളി ജ്യൂസാണ്. സാധാരണ നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലല്ല, ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നുമല്ല, ചെറുതായിട്ടൊരു എരിവ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് എരിവുള്ള പച്ചമുളകൊന്നും ഇടല്ലേ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് മാങ്ങ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്